Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും HSI ഫിസിക്കൽ സയൻസിന്റെ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം പഠനം സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റാർട്ട് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിനി സമയമില്ല അല്ലെ. ഏകദേശം ഒരു 6 മാസമാണ് നമുക്ക് എക്സാമിനായിട്ടുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനായിട്ടുണ്ട്. വാസ്റ്റ് സിലബസ് ആണ്. അപ്പൊ ഈ 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നല്ല രീതിയിൽ പഠിക്കണം, അതിനുശേഷം റിവിഷൻ നടത്തണം അല്ലെ. എങ്കിലൊക്കെ മാത്രമാണ് നമുക്ക് എക്സാം ഹാളിൽ എത്തുമ്പോൾ നല്ല പ്രോപ്പർ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയും പഠനം തുടങ്ങിയിട്ടില്ലാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്തോളൂ. കാരണം എന്താണ്, നിങ്ങളുടെ കൂടെ എക്സാം എഴുതുന്ന ഭൂരിഭാഗം ആൾക്കാരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. ആ ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ HSI ഫിസിക്കൽ സയൻസിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല വേക്കൻസി ഉള്ളൊരു പോസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും ഈ ഒരു എക്സാം കിട്ടാതെ പോവുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ചാൻസ് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് മുന്നിൽ വന്ന വലിയൊരു അവസരമാണ് ഈ ഒരു ഫിസിക്കൽ സയൻസിന്റെ എക്സാം എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അല്ലെ ഫിസിക്കൽ സയൻസ് വിളിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് പേര് എക്സാം അറ്റൻഡ് ചെയ്യാൻ കാണും. അതുപോലെ തന്നെ നല്ല വേക്കൻസിയും ഉള്ളതാണ്. സോ അതുകൊണ്ട് അതറിഞ്ഞ് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ 150 ഡേയ്സിന്റെ ടൈം ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. അതായത് നിങ്ങൾക്ക് അറിയാം അല്ലെ, നമുക്ക് ഏതൊക്കെ സബ്ജക്ട് പഠിക്കാനുണ്ട്? ഫിസിക്സ് പഠിക്കാനുണ്ട്, കെമിസ്ട്രി പഠിക്കാനുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ജനറൽ പേപ്പർ ഉണ്ട് 20 മാർക്കിന്. ഇതിൽ ഫിസിക്സും കെമിസ്ട്രിയുടെയും ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ജനറൽ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും ആയിരിക്കും കേട്ടോ. അതിപ്പോഴും അറിയാത്തവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ പറയുന്നത്. അപ്പൊ ഈ 3 ടോപ്പിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. ഇവിടെ ഡേ 1 തന്നിട്ടുണ്ട്. അപ്പൊ ഡേ 1 നമ്മൾ പഠിക്കുന്നത് മൊഡ്യൂൾ 1 ഫിസിക്സ് ആണ് കേട്ടോ. മൊഡ്യൂൾ 1 ഫിസിക്സും അതിലെ പാർട്ടിക്കിൾ ഡൈനാമിക്സ് നമ്മുടെ സിലബസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം കിടക്കുന്ന ഒരു ടോപ്പിക് ആണ് ഏതെന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഡൈനാമിക്സ്. അപ്പൊ അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. പ്ലസ് മൊഡ്യൂൾ 6 കെമിസ്ട്രിയിലെ ആറ്റം മോഡൽ. നമുക്കറിയാം കെമിസ്ട്രിയുടെ ബേസ് എപ്പോഴും എന്താണ്, നമ്മൾ ആറ്റത്തിന്റെ ഘടന തൊട്ടാണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ സിലബസ് അനുസരിച്ച് മൊഡ്യൂൾ 6 ആണ് നമ്മുടെ കെമിസ്ട്രിയുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബേസ് ആയിട്ടുള്ള ആറ്റം മോഡലാണ് ഡേ 1 നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇതിനോട് ചേർത്തിട്ട് നമ്മൾ ജനറൽ പേപ്പറിന്റെ ടോപ്പിക്കും നിങ്ങൾക്ക് തരും. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ റിനൈസൻസ് ലീഡേഴ്സ് ഉണ്ട് അല്ലെ, കറണ്ട് അഫേഴ്സ് ഉണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം പഠിക്കാനായിട്ട് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ഇനി അതിനുശേഷം ഡേ 2 പോകുമ്പോൾ വീണ്ടും മൊഡ്യൂൾ 1 തന്നെയാണ് നമ്മൾ ഫിസിക്സ് നോക്കുന്നത്. പാർട്ടിക്കിൾ ഡൈനാമിക്സ് പാർട്ട് 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ആപ്പിലെ ക്ലാസ് അനുസരിച്ചിട്ടാണ് പാർട്ട് 2 എന്നുള്ള ടോപ്പിക് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം മൊഡ്യൂൾ 6 കെമിസ്ട്രി ബോർ ആറ്റം മോഡൽ നമ്മൾ എന്ത് ചെയ്യും? ഡേ 2 പഠിക്കും. അതായത് ആദ്യത്തെ ഒരു ദിവസം ആറ്റം മോഡലിനെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചതിന് ശേഷം പിന്നീട് എന്താണ് ഓരോ ആറ്റം മോഡലിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ് ഡേ 2 ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡേ 3 വരുമ്പോഴത്തേക്കും മൊഡ്യൂൾ 1 തന്നെയാണ്. നമ്മൾ മൊഡ്യൂൾ 1 ആണ് ഫിസിക്സിന്റെ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1 ആണ്. മൊഡ്യൂൾ 1 മോഷൻ പഠിക്കുന്നുണ്ട്. അതിനുശേഷം അതോടൊപ്പം തന്നെ മൊഡ്യൂൾ 6 വരുന്ന പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതുപോലെ തന്നെ ഡ്യുവൽ ബിഹേവിയർ ഓഫ് നേച്ചർ, ഇതൊക്കെയാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി ഫിസിക്സിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് പിന്നെ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിയാൽ അറിയാം, ലോസ് ഓഫ് മോഷൻ, അങ്ങനെയാണ് നമ്മൾ തുടർന്ന് പോകുന്നത്. ഇങ്ങനെ നമ്മൾ 7 ദിവസം എന്ത് ചെയ്യാണ്? ഈ ഓരോ ടോപ്പിക്സും പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 7ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും? ഇത് റിവൈസ് ചെയ്യും. റിവൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 7 ദിവസം പഠിക്കുന്നത് എങ്ങനെയായിരിക്കണം? ജസ്റ്റ് നമ്മൾ വെറുതെ വായിച്ചു പോവുകയോ അല്ലെങ്കിൽ വീഡിയോസ് കണ്ടുപോവുകയല്ല ചെയ്യേണ്ടത്. നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സ് നിങ്ങൾ തയ്യാറാക്കിയിട്ട് വേണം പോകാൻ. അതും ശ്രദ്ധിക്കുക, നോട്ട്സിന് വേണ്ടി നിങ്ങൾ ഒത്തിരി സമയം ചെലവഴിക്കരുത്. പകരം എന്ത് ചെയ്യണം? നിങ്ങൾക്ക് റിവിഷനിൽ നോക്കാൻ വേണ്ട ഭാഗത്തിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോയിന്റുകൾ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതെന്ത് ചെയ്യുക? നിങ്ങൾ
റിവിഷൻ ഡേയിൽ അതൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ നമ്മൾ മറന്നു പോകുന്ന ടോപ്പിക്സ് മാത്രം ഒന്നുകൂടെ നമ്മുടെ ഫുൾ ആയിട്ടുള്ള നോട്ട്സ് എടുത്ത് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് നിങ്ങൾ റിവിഷൻ ഡേയിൽ ചെയ്യേണ്ടത്. അപ്പൊ റിവിഷൻ ഡേയിൽ നിങ്ങൾ എന്തും കൂടെ ചെയ്യണം, റിവിഷൻ എക്സാമും കൂടെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ 150 ഡേയ്സ് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങളുടെ സിലബസും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ്, റിവിഷൻ ചെയ്തും റിവിഷൻ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തും കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് എന്താകും, പരിചിതമാകും. ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് കറുപ്പിക്കാനും സാധിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മെത്തേഡും ഇല്ലാണ്ടാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മള് ഈ പറഞ്ഞ രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ടുള്ള 150 ഡേയ്സിന്റെ പുതിയ ബാച്ച് HSA ഫിസിക്കൽ സയൻസിന്റെ സ്റ്റാർട്ട് ചെയ്യാണ്. ഫെബ്രുവരി 10-നാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആരെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ കോഴ്സിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മുടെ എന്താണ് 150 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാനിലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും, വീക്ക്ലി ലൈവ് സെഷൻസ് ഉണ്ടാകും, മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ബാച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആർക്കെങ്കിലും തനിയെ പഠിച്ചെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവര് നല്ല രീതിയിൽ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്